ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരമാകുന്ന ഒരു കാര്യം. ഇത് നിങ്ങൾ അറിയാതെ പോകരുത്. വികൃതം സുഹൃതമാക്കുന്ന ഒരു മായാമന്ത്രമുണ്ട്. വികൃതം സുഹൃതമാക്കുന്ന മായാമന്ത്രം അതേതെന്ന് അറിഞ്ഞാൽ നമ്മുടെ കളർ മാറ്റണമെന്നില്ല, ഷേപ്പ് മാറണമെന്നില്ല. അതെല്ലാം അംഗീകരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി മാറി സൗന്ദര്യമുള്ളവരാകാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം. ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഞാൻ കാറിൽ പോവുകയാണ്. അതിൻ്റെ മുമ്പിൽ ഒരു ബൈക്ക് യാത്രക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, അതിൻ്റെ പുറകിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ആ പുറകിലിരുന്ന വ്യക്തി, ആ സ്ത്രീ ധരിച്ചിരുന്ന ആ ചുരിദാർ വളരെ ആകർഷണീയമായിട്ട് തോന്നുന്ന ഒരു ചുരിദാർ. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ 1-2 പ്രാവശ്യം അത് നോക്കി. ഇതിന് ശേഷം ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ വന്നപ്പോൾ ഞാൻ തിരിഞ്ഞ് ആ പുറകിലിരുന്ന സ്ത്രീയെയും അതുപോലെ തന്നെ ആ ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തിയെയും ഞാനൊന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നല്ല ഒന്നാന്തരം ചുരിദാറാണെങ്കിലും ആ വ്യക്തി കാണാൻ അത്ര ഭംഗിയുള്ള ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റത്തില്ല. വിരൂപമെന്ന് പറയാൻ പറ്റിയെങ്കിലും വലിയ ഒരു ഷേപ്പോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്നുമില്ലാത്ത ആൾ. എന്നിട്ട് നോക്കി, ആ ചുരിദാർ അവർക്കൊരു സൗന്ദര്യം പകർന്നു. അത് ആകർഷണീയമായിട്ട് തോന്നാൻ ഇടവരുത്തി. ആ വ്യക്തിയെ പോലും ആകർഷണമുള്ള വ്യക്തിയാക്കി മാറ്റി ആ ചുരിദാർ. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കളർ എന്താണെങ്കിലും ഷേപ്പ് എന്താണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്നിട്ടില്ലായിരിക്കാം. പക്ഷെ നമ്മൾ പുണ്യങ്ങൾ ധരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രം സൗന്ദര്യം പകരും, കർത്താവിൻ്റെ കണ്ണുകളിൽ അത് എത്രമാത്രം വില പകരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യയുടെ സൗന്ദര്യം വെച്ച് നോക്കിയാൽ ഭർത്താവിന് അങ്ങനെ ഒരു വലിയൊരു സൗന്ദര്യം, അവളുടെ അടുത്ത് പോലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അടുത്തോട്ട് പോലും എത്തില്ല, അത്രമാത്രം വ്യത്യാസം. പക്ഷെ അവളെ സൂചിപ്പിച്ചൊരു കാര്യം, ഞാൻ ഈ വ്യക്തിയെ എൻ്റെ ജീവിത പങ്കാളിയാക്കാൻ തീരുമാനിച്ചത് ഈ വ്യക്തിയെ ഞാൻ അടുത്തറിഞ്ഞപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ഷേപ്പോ കളറോ ഒന്നുമല്ലെന്ന് ഞാൻ നോക്കിയത്. ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, അതിലേറെ ആ മനുഷ്യൻ്റെ സ്വഭാവം, തങ്കപ്പെട്ട സ്വഭാവം. ഇനി സൗന്ദര്യത്തിൽ എൻ്റെ അടുത്ത് വരത്തില്ലായിരിക്കാം, പക്ഷേ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ആ മനുഷ്യൻ്റെ അടുത്തെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം തങ്കപ്പെട്ട സ്വഭാവം. അതാണ് ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത്. ഇതൊക്കെ ആ മനുഷ്യന് കളർ കുറവായിരുന്നെങ്കിലും ഷേപ്പ് അത്രയ്ക്ക് ആകർഷണീയമല്ലായിരുന്നെങ്കിലും ആ സ്വഭാവം മൂലം വളരെ അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ അവർക്ക് ആകർഷണം തോന്നാൻ അത് ഇടവരുത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, നിൻ്റെ നിറവും രൂപവും നിനക്ക് മാറ്റാനാകുമോ? ഒരിക്കലുമില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് നൽകപ്പെട്ടതാണ്. നമ്മുടെ കളറ്, നമ്മുടെ ഷേപ്പ്, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ പേര് പോലും നമുക്ക് നൽകപ്പെട്ടതാണ്. ഇനി അത് ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ല. കർത്താവ് എന്നോടെങ്ങാൻ ചോദിക്കായിരുന്നു, നിനക്ക് എത്രമാത്രം ഹൈറ്റ് വേണമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞേനെ അല്പം കൂടി കൂട്ടിയിട്ടോ. കാരണം എനിക്ക് കാണുമ്പോൾ അറിയാം എനിക്ക് ഇച്ചിരി പൊക്കം കുറവാണ്. ഇനി അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മുമ്പിൽ വന്നിരുന്നെങ്കിൽ അല്പം കൂടി ഹൈറ്റ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചേനെ. പക്ഷെ അതിനുള്ള സാധ്യതകളില്ലായിരുന്നല്ലോ. ഇങ്ങനെ നൽകപ്പെട്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അംഗീകരിച്ചാൽ ഒരുപാട് പ്രശ്നം അതോടുകൂടി തീരും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടേക്ക് ഈ ഹൈറ്റിൻ്റെ പേരിൽ എന്നെ ഇരട്ടപ്പേര് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വിറഞ്ഞു കയറുമായിരുന്നു. അതിനുശേഷം അത് അംഗീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ തന്നെ ചിലപ്പം ധ്യാനത്തിനിടയ്ക്ക് സക്കേവൂസിൻ്റെ ആ ഒരു ഷേപ്പ് അറിയണമെങ്കിൽ എന്നെ നോക്ക്, വേണേൽ എന്നെക്കാളും കുറച്ചുകൂടി പൊക്കം കുറഞ്ഞ് വണ്ണം കൂടിയ ഒരു വ്യക്തി, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. എനിക്കങ്ങനെ പറയുമ്പോൾ യാതൊരു വിധത്തിലുള്ള ആന്തരിക മുറിവോ പ്രയാസങ്ങളോ എനിക്ക് വരാറില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നമ്മുടെ ഷേപ്പ്, കളറ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്കൊരു പ്രശ്നമായിട്ട് മാറില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ കഴിവ് നമുക്ക് നൽകപ്പെട്ടതാകാം. നമ്മൾ കാണുന്നുണ്ട് എല്ലാവരുടെയും IQ ഒരുപോലെയല്ല. നൽകപ്പെട്ട കഴിവ്, ചിലർക്ക് വലിയ കഴിവ്, താലന്തുകളുടെ ഉപമ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾക്ക് 1 താലന്ത്, മറ്റൊരാൾക്ക് വേണമെങ്കിൽ 3 താലന്ത്, 5 താലന്ത്, 10 താലന്ത്, അങ്ങനെ വ്യത്യസ്തമായ അളവിലായിരിക്കാം താലന്ത്. ഈ താലന്ത് നമ്മൾ സ്വീകരിച്ചാൽ മാത്രം പോരാ, ആ താലന്ത് വെച്ച് നമ്മൾ അധ്വാനിക്കണം. അപ്പോഴാണ് നമുക്ക് വളർച്ച ഉണ്ടാവുക. നമ്മുടെ താലന്തുകൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ചിലരുടെ കുഴപ്പം, അവർക്ക് മറ്റുള്ളവരുടെ അത്രയും താലന്ത് കിട്ടിയില്ല എന്നുള്ള പരാതി പരിഭവം പറച്ചിൽ, അതുമായിട്ട് വേണം മരണം വരെ പോകും. വേറെ ചിലരുടെ കുഴപ്പം, കിട്ടിയ താലന്ത് അവർ കുഴിച്ചിട്ടിരിക്കുക. ഇനി അത് വെച്ച്
അധ്വാനിക്കുന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കഴിവിൽ അഹങ്കരിച്ചാൽ നമുക്ക് വഴിതെറ്റിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ കഴിവ് നമ്മൾ കുഴിച്ചിട്ടാൽ അതും മാർഗഭ്രംശം സംഭവിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളതിനെ കാണേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതെ ദൈവം നൽകിയ കഴിവ് അംഗീകരിക്കുക, നമ്മുടെ കുറവുകൾ അംഗീകരിക്കുക, കഠിനാധ്വാനം ചെയ്ത് മുമ്പോട്ട് പോവുക. ജീവിതത്തിൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളവരുടെ കൂടെ നിന്ന് ദൈവം അവരെ സഹായിക്കും, ദൈവം അവരെ അനുഗ്രഹിക്കും. അവർക്ക് വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്താൻ പറ്റും. 1 കൊരിന്ത്യർ 1-26 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യേശു പറഞ്ഞൊരു കാര്യം, ഞാൻ ബുദ്ധിമാന്മാരെ അല്ല തിരഞ്ഞെടുത്തത്, സാധാരണക്കാരെ. എന്നിട്ട് ഞാൻ അവരെ അഭിഷേകം ചെയ്തു. അപ്പോൾ അവർക്ക് ബുദ്ധിമാന്മാരെ പോലും ലജ്ജിപ്പിക്കാനുള്ള അഭിഷേകമുണ്ടായി, അതിനുള്ള കഴിവ് അവർക്കുണ്ടായി. അപ്പോസ്തല പ്രവർത്തനം 6:10 വായിച്ചാൽ സ്തെഫാനോസിന് ജ്ഞാനത്തിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ വലിയ വലിയ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തികളെ പോലും അവരുടെ വായടപ്പിക്കാൻ ഈ മനുഷ്യന് സാധിച്ചു. ദൈവം നൽകുന്ന അഭിഷേകം, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ അലങ്കാരമായി മാറേണ്ടത് പുണ്യങ്ങളാണ്. പുണ്യങ്ങൾ. വിശുദ്ധ പീറ്റർ ക്രിസ്തോലഗസ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമക്കൾക്കുണ്ടായിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് വിദ്യാഭ്യാസം, അതിലേറെ പ്രധാനപ്പെട്ടതാണ് പുണ്യാഭ്യാസം. പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിൽ നാം ശ്രദ്ധാലുക്കളാണെങ്കിൽ, ഉത്സാഹമുള്ളവരാണെങ്കിൽ വീഴ്ച നമുക്ക് സംഭവിക്കത്തില്ല. പാപത്തിൽ വീഴുന്ന ആ ഒരു കാര്യം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് 2 പത്രോസ് 1 4 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. 1 പത്രോസ് 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അലങ്കാരം ആന്തരികമായ അലങ്കാരമാണ്, ആത്മീയമായിട്ടുള്ള അലങ്കാരമാണ്. അതെപ്പോഴുണ്ടാവും? പരിശുദ്ധാത്മാവിനെ അണിയുമ്പോൾ. പരിശുദ്ധാത്മാവിനെ അണിഞ്ഞവർക്ക് ആന്തരിക സൗന്ദര്യം ഉണ്ടാകും. ഇനി ശാന്തവും വിനീതവുമായിട്ടുള്ള ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇങ്ങനെയുള്ള സൗമ്യത, ശാന്തത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവിനെ അണിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ. നമുക്കറിയാമല്ലോ, 12 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. ആ 12 ഫലങ്ങളാൽ നമ്മൾ അലങ്കരിക്കപ്പെട്ടാൽ നമ്മുടെ സൗന്ദര്യം എത്ര വലുതായിരിക്കും. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഔദാര്യം, അടക്കം, ശുദ്ധത. ഈ 12 ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് നമ്മുടെ അലങ്കാരമെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ബാഹ്യമായ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടേണ്ടി വരില്ല. അതിന് തീരുമാനമെടുത്ത് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.